നേതാക്കന്മാരെ, പ്രിയമുള്ള ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസക്കാലമായി നിരന്തരമായ ജനസമ്പർക്ക പരിപാടികളാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തില് കേരള സംസ്ഥാനത്തുടനീളം നമ്മൾ നടത്തി വരുന്നത്. ആദ്യഘട്ടത്തിൽ വികസന മുന്നേറ്റ ജാഥ 3 മേഖലയായിട്ട് നടത്തി. അതിനുശേഷം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസന സന്ദേശയാത്ര 13 മണ്ഡലങ്ങൾ, പാലാ നിയമസഭാ മണ്ഡലങ്ങളിലെ 13 മണ്ഡലങ്ങളിലും നമ്മൾ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടന്നു. പാലായിലെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാനും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മള് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും ജനപ്രതിനിധികളുടെയും വനിതകളുടെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ യോഗം നമ്മൾ കൂടി പ്രകടനത്തോടുകൂടി കുട്ടാരമഠത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച റോഡ് ഷോ നമ്മള് കരൂർ പഞ്ചായത്തിൽ നിന്ന് കടന്ന് കർണാട് രാമപുരം പഞ്ചായത്തിലും കർണാട്ടിലും, അതിനുശേഷം നമ്മൾ മേലുകാവിലും മൂന്നിലവിലും തലപ്പലത്തും തലനാട്ടും ഭരണങ്ങാനത്തും അതോടൊപ്പം തന്നെ നമ്മൾ മീനച്ചിലും എലിക്കുളത്തും അതോടൊപ്പം തന്നെ കൊഴുവനാലും മുത്തോടിയിലും അങ്ങനെ 12 മണ്ഡലങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ നമ്മൾ 13ാമത്തെ മണ്ഡലമായ പാലാ മുനിസിപ്പാലിറ്റി എത്തുകയുണ്ടായി. ഈ റോഡ് ഷോയില്, ഈ മുന്നേറ്റ ജാഥയില് എന്നോടൊപ്പം മുഴുവൻ സഹപ്രവർത്തകരും സഖാക്കളും സഹോദരന്മാരുണ്ടായിരുന്നു. എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ നഗരങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ആവേശകരമായ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം ഇത് വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിലേക്ക്. ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് മാണിസാർ നമ്മളെ വേർപെട്ടു പോവുകയും പാലാ പട്ടണം അല്ലെങ്കിൽ പാലാ നിയമസഭാ മണ്ഡലം അനാഥമാകുകയും ചെയ്തു. ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഏപ്രിൽ 9-ാം തീയതി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യാതൊരു സംശയവുമില്ല, നഷ്ടപ്പെട്ട ഈ പട്ടണം, ഈ പാലാ നിയമസഭാ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിക്കും. ഏറ്റവും വലിയ തെളിവാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആരംഭിച്ച എല്ലാ പ്രദേശങ്ങളും ആവേശകരമായ ഒരു പ്രതികരണവും സ്വീകരണവും നമുക്ക് ലഭിച്ചത്. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഓരോ ഭവനങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞ മറ്റ് ചേരിയിൽ നിൽക്കുന്ന, മറ്റ് രാഷ്ട്രീയ ചിന്താഗതി നിൽക്കുന്ന എല്ലാവരെയും സമീപിച്ച് ഇടതുപക്ഷത്തോട് ചേർത്ത് പിടിച്ച് അവരെ നമ്മളോടൊപ്പമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ആരംഭിച്ച് ഇപ്പോൾ ഏതാണ്ട് 8:30 മണിയായി. ഈ മുഴുവൻ സമയവും എന്നോടൊപ്പം, സ്ഥാനാർത്ഥിയോടൊപ്പം, ഇടതുപക്ഷത്തിനോടൊപ്പം, ഈ ജനങ്ങളോടൊപ്പം നിന്ന മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് യുവാക്കളും സഹോദരന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാം പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.